കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ആലും മാവും പ്ലാവും കൂടെ ചേർന്നിട്ടുള്ള ഈ വൃക്ഷത്തിൻ്റെ ഒരു ഐതിഹ്യവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനിക്കറിയാവുന്ന ഒരു വസ്തുത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഏതാണ്ടൊരു 50 വർഷക്കാലത്തിന് പുറകോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കോളേരി പ്രദേശത്ത് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള പ്രത്യേകിച്ച് ഈഴവ സമുദായ അംഗങ്ങളായിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു ആരാധനാലയം വേണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അതിനോട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 10-13 കുടുംബക്കാർ ചേർന്ന് 41 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ച ഒരു ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ശ്രീകോവിൽ. അതിൽ നിന്ന് ആ ശ്രീകോവിലൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ഇവിടെ തൊട്ടടുത്ത ഒരു തറവാട്ട് അറക്കപ്പറമ്പിൽ ഇട്ടണ്ടാൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ചാച്ചൻ, ഞങ്ങളൊക്കെ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം 3 വൃക്ഷത്തൈകൾ, ഒരു ക്ഷേത്രമാകുമ്പോൾ ഒരു ആലൊക്കെ വേണം എന്നുള്ളൊരു ഭാവനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയും അദ്ദേഹം കണ്ട ഒരു തലമുറ സ്വപ്നം കണ്ടതിൻ്റെ ഭാഗമായിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുത്ത ഒരു സമ്പത്താണ് ഈ പറയുന്ന വൃക്ഷഗണങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുനിന്ന് ശിവഗിരിയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഈ സമുദായങ്ങളെ സ്വരൂപിക്കാൻ വേണ്ടി ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഉള്ളത്. ഈ ഒരൊറ്റ വൃത്താന്തം മതി, ഒരു തെളിവ് മാത്രം മതി. 3 മൂടുകളുള്ള 3 സ്വഭാവഗതികളുള്ള വൃക്ഷങ്ങളെ ഒറ്റ മൂട്ടിൽ നിന്ന് വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സമ്പത്താണ്. അതിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ അവകാശികൾ കോളേരിക്കാർ തന്നെയാണ്. അതിന് നേതൃത്വം കൊടുത്ത ഈ അർക്കപ്പറമ്പിലെ ഇട്ടണ്ടാൻ അച്ഛന് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിന് അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ആലും മാവും കൂടെ ചേർന്ന് നിൽക്കുന്ന വൃക്ഷ ചുവടുകളുണ്ട്. പക്ഷേ ആലും മാവും പ്ലാവും കൂടെ ചേർന്നിട്ടുള്ള ത്രിമൂർത്തി സംഗമ ഭാവത്തോടു കൂടി നിൽക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ അനുഗ്രഹവും ഈ വൃക്ഷം ജനങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഈ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. അവിടെ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ ആ വ്രതമൊക്കെ കഴിഞ്ഞ് അവരുടെ പൂജ അർപ്പണ വസ്തു എന്നുള്ള നിലയ്ക്ക് പുഷ്പങ്ങളൊക്കെ ഈ ആൽമര ചുവട്ടിൽ കൊണ്ട് സമർപ്പിച്ച് പിന്നീട് പ്രദക്ഷിണം ചെയ്ത് പോകാറാണ് പതിവ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല ആൾക്കാരും അവരുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് യാതൊരു തരത്തിലുള്ള സമ്പത്തിൻ്റെ ചെലവില്ലാതെ ഈ വൃക്ഷരാജാവിൻ്റെ ചുവട്ടിൽ വന്ന് ഇതിനെ വലം വെച്ച് ഇതിനെ പ്രദക്ഷിണം ചെയ്ത് ഇതുമായിട്ട് ലയിച്ച് അവരുടെ പ്രാർത്ഥന ഈ ദേവവൃക്ഷം തന്നെ കൈക്കൊള്ളുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തതിൻ്റെ അടയാളമാണ് ഈ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ടിരിക്കുന്ന ഈ മണി കുമ്പാരങ്ങൾ. തീർച്ചയായിട്ടും അവരുടെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു മണി കെട്ടും. അത് കഴിഞ്ഞ് ആ കാര്യം സാധിച്ചു കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവന്നൊരു മണി കെട്ടും. അങ്ങനെ ഫലവും സ്വായത്തമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലവും ഇവിടെ സമർപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അധികം കാലമായിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊരു അറിവാണ്. ഒരു വൃക്ഷരാജന് ഒരു മനുഷ്യ സമൂഹത്തിനെ അനുഗ്രഹിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് കോളേരി പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കുമ്പോൾ ഞാനും ഒരു കോളേരി നിവാസിയാണെന്നുള്ള നിലയ്ക്കുള്ള ചരിതാർത്ഥ്യം എന്നിലുമുണ്ട്. തീർച്ചയായിട്ടും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നിൽ കഴിയാവുന്ന എല്ലാ തരത്തിലും നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഐതിഹ്യമായിട്ട്. ഇപ്പം ഈ യഥാർത്ഥത്തിൽ അത് നട്ടുവളർത്തിയ ആ ചാച്ചൻ്റെ വിശാല വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഇതും സൗന്ദര്യവും ആ വീക്ഷണമൊക്കെ നമ്മൾക്ക് ഈ പുതിയ തലമുറയിൽ 3-ാം തലമുറ 4-ാം തലമുറയൊക്കെ ആയി ആ തലമുറയിലേക്ക് ഇത് പകർന്നു കിട്ടുമ്പോഴത്തേക്ക് ഇതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഒന്നുകൂടെ ഉയർന്നു വരുവാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർ ഈ വൃക്ഷരാജൻ്റെ ഈ ത്രിമൂട 3 വൃക്ഷങ്ങൾ ചേർന്നിട്ടുള്ള ഇതിൻ്റെ ഈ അവസ്ഥ കണ്ട് ഷൂട്ട് ചെയ്ത് പോകാറുണ്ട്. തീർച്ചയായിട്ടും ഇത് കോളേരിക്ക് ഒരു അഭിമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.
ഏട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മോഹനൻ. കോളേജിലെ ഇപ്പോഴും നിലനിൽക്കുന്ന ശാഖയുടെ ഭരണസമിതി സെക്രട്ടറിയാണ്. മോഹൻ എന്നാണ് പേര്. വളരെ നന്ദി ഇത്രയും കാര്യം പങ്കുവച്ചതിന്. നമസ്തേ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ വയനാട് ജില്ലയിലെ കോളേരിയിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഈ 3 മരങ്ങളുടെ സംഗമ സ്ഥാനമായ കോളേജിൽ നിന്നും പ്രകാശ് പ്രാസ്കോ. താങ്ക് യു ഫോർ വാച്ചിങ്.